ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ആരും അവിടെയെങ്ങും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആദി ആനന്ദ നിലയത്തിൻ്റെ പുറത്തേക്കിറങ്ങി അശ്വതിയെ ഫോൺ ചെയ്യുകയാണ്. അതേസമയം ആദിയുടെ പിന്നാലെ ചെല്ലുന്ന വസുന്ധര ആദി ആരോടാ സംസാരിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. അശ്വതി, നീ ഈ നാട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകില്ല. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് നാളെ എന്താണെങ്കിലും കാണണമെന്ന് ആദി പറയുന്നു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അശ്വതി പറയുന്നുണ്ടെങ്കിലും നാളെ ഒരു ദിവസത്തേക്ക് മാത്രം വരാൻ ആദി പറയുമ്പോൾ അശ്വതി സമ്മതിക്കുകയാണ്. അതേസമയം ഇതൊക്കെ കേട്ട് ആകെ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് വസുന്ധര. തുടർന്ന് ആദി അകത്തേക്ക് വന്ന് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് വസുന്ധര പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആദിയും അശ്വതിയും കൂടി റോഡരികിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ്. അതേസമയം വസുന്ധര ഒരു ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വരികയും അവരുടെ സംസാരം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഓട്ടോ നിർത്തിക്കുകയും ചെയ്യുന്നു. അശ്വതി, ഈ നാട്ടിൽ നിൽക്കരുത്, ഇവിടെ നിന്ന് പോകണമെന്നും താൻ കാരണം ഞങ്ങളുടെ കുടുംബം തകരരുതെന്നും ആദി പറയുമ്പോൾ അശ്വതി പറയുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടാകാനേ പോകുന്നില്ല. ചിലപ്പോൾ ഞാനായിരുന്നു അരുണിൻ്റെ അശ്വതിയെന്നറിഞ്ഞാൽ അമ്മയാകും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അമ്മ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ നിമിഷം ഞാൻ ഓർത്തതാ എൻ്റെ യഥാർത്ഥ പേര് അശ്വതി എന്നല്ല അഭിരാമി എന്നാണെന്ന് പറയാമെന്ന്. അരുൺ എന്നെയാണല്ലോ വിവാഹം കഴിക്കാനിരുന്നത്. തുടർന്ന് അമ്മ പറഞ്ഞത് പ്രകാരം ആദിയല്ലേ ഞങ്ങളെ തമ്മിൽ അകറ്റിയത്. അമ്മ വാത്സല്യത്തോടെ ലാളിച്ച കുട്ടി അമ്മയുടെ കൊച്ചുമകൾ തന്നെയാണെന്നും പറയണമെന്ന് ഞാൻ കരുതിയിരുന്നു. ആദി ഇനിയും എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലേ ഞാൻ സത്യങ്ങളെല്ലാം അമ്മയോട് വന്ന് പറയുമെന്ന് അശ്വതി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര. ഇനി എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുകയോ ഉപദേശം തരികയോ വേണ്ട. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ വിളിക്കാൻ പോകുന്നത് അരുണിനെ ആയിരിക്കും. ഇനിയും എന്നെ ഭീഷണിപ്പെടുത്തിയാലേ ശ്രീകുട്ടിയെ ഞാൻ ആ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് അശ്വതി പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും ആദിയും. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയാണ്. അഖില് ഒരു കമ്പനിയുമായി തൻ്റെ മ്യൂസിക് കമ്പനിയുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ്. മാസത്തിൽ 2 പ്രാവശ്യം കണ്ടന്റ് ഇടണമെന്ന് അയാൾ പറയുമ്പോൾ അഖില് പറയുകയാണ്, എന്താണെങ്കിലും മാസത്തിൽ 2 പ്രാവശ്യം കൃഷ്ണതുളസിയുടെ പാട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കും. എന്താണെങ്കിലും കരാർ ലംഘിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അഖിലിനറിയാമല്ലോ. അതൊക്കെ ഒന്നുകൂടി ബോധ്യപ്പെട്ടിട്ട് കരാറ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആകെ തകർന്ന് വീട്ടിലേക്ക് വരുന്ന വസുന്ധരയാണ്. വസുന്ധരയുടെ മുഖം കണ്ടിട്ട് ശ്യാമ എന്താ അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വസുന്ധര. തുടർന്ന് ഐശ്വര്യയും അമൃതയും വന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തലവേദനയാണെന്നും അല്പം കിടക്കണമെന്നും ആരും ശല്യം ചെയ്യരുതെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വസുന്ധര തൻ്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയാണ്. അഖില് എഗ്രിമെന്റ് സൈൻ ചെയ്ത് അഡ്വാൻസ് വാങ്ങിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം മുറിയിൽ വസുന്ധരയുടെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമയുടെ അടുത്ത് നിന്ന് എഗ്രിമെന്റിന്റെ കാര്യങ്ങളൊക്കെ അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അമ്മയ്ക്ക് എന്താണെന്നറിയില്ല, 2-3 ദിവസമായി ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയാണ്. എടോ, ചുറ്റുപാടും എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, പക്ഷേ താൻ അതിലൊന്നും ഇടപെടാൻ പാടില്ല. എഗ്രിമെന്റ് പ്രകാരം മാസത്തിൽ 2 പാട്ടാ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ താൻ എന്താണെങ്കിലും മറ്റൊരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട, പാട്ടിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്ന് അഖിൽ പറയുമ്പോൾ സന്തോഷത്തോടെ അഖിലിനെ നോക്കുക ശ്യാമ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വസുന്ധര അശ്വതിയെ കാണാൻ ചെല്ലുന്നതാണ്. എന്താ അമ്മേ കാണണമെന്ന് പറഞ്ഞത്? ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ കുറച്ചുനേരം നിൽക്കാമെന്ന് വസുന്ധര മനസ്സിൽ പറയുന്നു. അന്ന് വീട്ടിൽ വന്നിട്ട് മോളെന്താ ആരോടും പറയാതെ പെട്ടെന്ന് പോയി കളഞ്ഞത്? അത് പിന്നെ അമ്മേ, അതൊന്നും കുഴപ്പമില്ല മോളെ, മോൾക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും, അതുകൊണ്ടല്ലേ പോയതെന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മയെന്ന് അശ്വതി പറയുന്നു. തുടർന്ന് വസുന്ധര പറയുകയാണ്, ഞാൻ മോളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. ഞങ്ങളുടെ കമ്പനിയിൽ മോൾക്ക് വേണ്ടി ഒരു ജോലി തയ്യാറാക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ റെക്കമെൻഡേഷനൊക്കെ നടത്തി കഴിഞ്ഞു. അരുണിനും സന്തോഷമായി. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മോളുടെ ഒഫീഷ്യൽ നെയിം വേണം. മോളുടെ ശരിക്കുമുള്ള പേര് അശ്വതി എന്ന് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അശ്വതി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്നാലേ ഞാനൊന്ന് ഊഹിക്കട്ടെ, മോളുടെ ശരിക്കും പേര് അഭിരാമി എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ അശ്വതി വസുന്ധരയെ നോക്കുന്നു. അഭിരാമി എന്നല്ലേ നിന്റെ പേര്? സത്യം പറയാൻ വസുന്ധര ദേഷ്യത്തോടെ പറയുമ്പോൾ അശ്വതി അവിടെ നിന്ന് പോവുകയാണ്. നിൽക്കവിടെ, സത്യം പറഞ്ഞിട്ട് നീ പോയാൽ മതി. തുടർന്ന് അശ്വതി പറയുകയാണ്, അതെ, എൻ്റെ പേര് അഭിരാമി എന്ന് തന്നെയാ. ആ പഴയ അഭിരാമി തന്നെയാണ് ഞാൻ, അരുണിൻ്റെ മകളുടെ അമ്മ. നീ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അശ്വതി പറയുകയാണ്, ഞാനാണോ അതോ അമ്മയാണോ പറ്റിച്ചത്? അമ്മയ്ക്ക് ഞാൻ ബ്ലഡ് തന്നതൊക്കെ യാദൃശ്ചികമായിട്ടായിരുന്നു. പക്ഷേ അമ്മയെല്ലാം അറിഞ്ഞു വെച്ച് മനഃപൂർവ്വമല്ലേ എന്നെ അരുണിൽ നിന്നും അകറ്റിയത്. അന്ന് അകറ്റിയ അമ്മയാണ് ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത്. എൻ്റെ മകളെ അമ്മ സ്വന്തം കൊച്ചുമകളായി കണ്ട് സ്നേഹിച്ചു. ഞാൻ വീട്ടിലെ ഒരു അംഗമാണെന്ന് തന്നെ അമ്മ പറഞ്ഞെന്ന് അശ്വതി പറയുമ്പോൾ വസുന്ധര ദേഷ്യത്തോടെ പറയുകയാണ്,
അതെല്ലാം ശരിക്കുമാണെന്ന് കരുതിയാണോ നീ നടക്കുന്നത്? ഞാനതൊക്കെ അശ്വതിയോടാ പറഞ്ഞത്, അല്ലാതെ അഭിരാമിയോടല്ലെന്ന് വസുന്ധര ദേഷ്യത്തോടെ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.